ഇനി ഞാൻ കുട്ടികളുടെ മുമ്പിൽ 27 വർഷമായി വേദപാഠമെടുക്കുന്ന കുഞ്ഞുങ്ങളോട് പറയും, 10ലും 12ലും പഠിക്കുന്ന കുട്ടികൾ പറയും, നിങ്ങൾക്ക് ഇഷ്ടമുള്ള മാർക്ക്, നിങ്ങളുടെ എന്താണ് ആഗ്രഹം എഴുതി വെക്കുക. എത്ര മാർക്ക് വേണമെന്ന് എഴുതി വെക്കാൻ പറയും. എന്നിട്ട് അവരോട് പറയും, യോഹന്നാന്റെ സുവിശേഷം 21 ചാപ്റ്ററുണ്ട്. എല്ലാ ദിവസവും അതിരാവിലെ എണീറ്റിട്ട് പഠിക്കുന്നതിന് മുമ്പ് ഒരു ചാപ്റ്റർ വായിക്കുക, നിങ്ങൾ എഴുതി വെച്ച മാർക്ക് ലഭിക്കുമെന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ വർഷങ്ങളോളമായിട്ട് എത്ര കുട്ടികളോട് പങ്കുവെച്ചിട്ടുണ്ടോ അവർക്കെല്ലാം എഴുതിയ മാർക്ക്, അതേ മാർക്ക് കിട്ടുന്ന അനേകം അത്ഭുതങ്ങൾ. ഒരു കൊച്ച് സിറിൽ എന്ന് പറഞ്ഞ വ്യക്തി, അവൻ എഴുതി വെച്ചു 1200-ൽ 1180. 2014 റിസൾട്ട് വരുമ്പോൾ അവൻ്റെ മാർക്ക് 1180, അതേ മാർക്ക് തന്നെ ലഭിക്കുന്നു. അങ്ങനെ കാറ്റഗിസം കുട്ടികളിൽ വളരെ തീക്ഷ്ണമായിട്ട് ദൈവവചനമാണ് അവരുടെ മാർഗദർശി എന്ന് ബോധ്യമായി. ഒരു പവൻ എന്ന് പറഞ്ഞൊരു പയ്യൻ ആദ്യമായിട്ട് 8ാം ക്ലാസ്സിലാണ് അവരുടെ അപ്പൻ IFS ഒക്കെ ആയതുകൊണ്ട് ഗവൺമെൻറ് സർവീസ് ആദ്യമായിട്ട് കോയമ്പത്തൂർ സായിബാബ കോളനിയിൽ ലിസ്യു ചർച്ചിൽ വന്ന് ഞങ്ങളുടെ കാറ്റഗിസം ക്ലാസ്സിൽ വരുന്നു. അവനെ ഇതുപോലെ വചനം വായിക്കാൻ പ്രേരിപ്പിച്ചു. വചനം വായിക്കാൻ തുടങ്ങി അവൻ പിന്നീട് ഒരിക്കലും വചനം വായിക്കാതെ വീട്ടിൽ നിന്ന് പുറത്തു പോകാത്ത അവസ്ഥ. അവരുടെ പേരൻസ് വിളിച്ചു ചോദിക്കുന്നു, ഇവനെങ്ങനെ ഈ വിശ്വാസം ലഭിച്ചു? അതുപോലെ കാറ്റഗിസം കുട്ടികൾ വഴി അനേകം അത്ഭുതങ്ങൾ നടന്നു. അതായത് 2000 വർഷങ്ങൾക്ക് മുമ്പ് ക്രിസ്തു ചെയ്ത അതേ അത്ഭുതങ്ങളും അടയാളങ്ങളും സാധാരണ മനുഷ്യരായ നമ്മളിലൂടെ നടക്കാൻ ദൈവവചനത്തെ നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വെക്കുകയും മറ്റുള്ളവരിൽ എത്തിക്കാനുള്ള ഒരു തീവ്ര ശ്രമം നമ്മൾ നടത്തുകയും ചെയ്യാം. അതായത് വായിച്ചു തീരും മുമ്പ് അത്ഭുതം നടക്കും. ഇനി ഒരു ലക്ഷ്മി അമ്മ എന്നൊരു സ്ത്രീ, ഒരു വ്യക്തി പറഞ്ഞിട്ട് വരുന്നു, 13 വയസ്സ് തൊട്ട് 58 വയസ്സ് വരെ ശ്വാസമുട്ടലായി നടക്കാൻ വയ്യാതെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന സ്ത്രീ. ആ വ്യക്തിക്ക് ലക്ഷ്മി അമ്മാളിന് ഒരു തമിഴ് ബൈബിൾ എടുത്തു കൊടുത്തിട്ട് പറഞ്ഞു, ഇത് വായിച്ചാൽ സൗഖ്യം പ്രാപിക്കും. ഇത് 2013 ഓഗസ്റ്റ് മാസം 1-ാം തീയതി കൊടുത്തെങ്കിൽ 3 ദിവസം കഴിഞ്ഞിട്ട് പിന്നീട് ഒരിക്കലും ശ്വാസമുട്ടലുണ്ടായിട്ടില്ല. ഇന്ന് അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ലക്ഷ്മി അമ്മാൾ ഏത് കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞാലും അവിടെ അത്ഭുതങ്ങളും അടയാളങ്ങളും മഴ പോലെ പെയ്യുന്ന അവസ്ഥ. അവർ വഴി അനേകർ ക്രിസ്തുവിനെ കണ്ടുമുട്ടുന്നു. ഇങ്ങനെ ക്രിസ്തുവിനെ ആരോടെല്ലാം പ്രഘോഷിക്കാൻ പറ്റുമോ? വചനം കൊടുത്തിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടോ? വചനം സ്വീകരിക്കുന്നവരെല്ലാവരും പിന്നീട് ഒരു സാക്ഷികളായി മാറ്റപ്പെടുന്നു. ക്രിസ്തുവിനെ പങ്കുവയ്ക്കാൻ ശക്തരായ എല്ലാവർക്കും അവസരം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു.